പുത്തനാശയക്കാരായ ആളുകളുണ്ട്. ചിലപ്പോൾ എന്താ പറയും, ഈ മക്കയിൽ 1 ലക്ഷം ഒഴിവാക്കിയിട്ട് നിങ്ങൾ മദീനത്തൊക്കെ 10,000-ന് എന്താണോ പോകണോ അല്ലേ? ഇവർ കരുതിക്കണത് മദീനത്തെ 10,000-നാണ് വിശ്വാസി ലോകം എന്ന് പോകുന്നതെന്നാണ്. മദീനത്തെ 10,000 കിട്ടാനാണ് പോണത്? അല്ല, അവിടെ ലോകത്തിന്റെ നേതാവ് നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ചുകൊണ്ട് കരഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് അവിടെ, അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിന്റെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. നല്ലത് കാണുമ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഭാഗത്ത് നിന്ന് അരുതായ്മ വരുമ്പോ അവർക്ക് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പലപ്പോഴും നമ്മെ കാണാൻ കഴിയാത്തതിന്റെ പേരിൽ കരഞ്ഞുപോയ മുത്തുനബിയല്ലേ. കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, മുത്തുനബി ഇങ്ങനെ കരയുന്ന രംഗം, സ്വഹാബത്ത് ചോദിച്ച രംഗം, എന്തിനാ കരയുന്നത് നബിയേ? അവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്നറിഞ്ഞാൽ ഞൊടിയിടയിൽ ആ ആവശ്യം തന്റെ ജീവൻ കൊടുത്തിട്ടും അത് നടപ്പിൽ വരുത്താൻ സന്നദ്ധരായ സ്വഹാബ. ആ സ്വഹാബത്തിന് എങ്ങനെ മുത്തുനബിയുടെ കരച്ചിൽ സഹിക്കുമോ? അവിടെ മനസ്സെങ്ങനെ അത് അനുവദിക്കുമോ? ആ സമയത്ത് പറഞ്ഞ മറുപടിയില്ലേ, ഞാൻ കരയുന്നത് മറ്റൊന്നിനുമല്ല, എന്റെ ഇഖ്വാനിനെ ഓർത്തിട്ടാ ഞാൻ കരയുന്നത്. ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഞങ്ങളല്ലയോ നബിയേ അങ്ങയുടെ ഇഖ്വാൻ? ആ സമയത്ത് മുത്തുനബി പറഞ്ഞത്, അല്ല അല്ല, അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരാണ്. എൻ്റെ ഇഖ്വാൻ അവര് വന്നിട്ടില്ല, അവർ ലോകത്തിന് വരാൻ പോകുന്നേ ഉള്ളൂ. ഖിയാമത്ത് നാൾ വരെ ഇനി ലോകത്ത് വരാനിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പാവപ്പെട്ട ഉമ്മത്ത് അവരെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനടക്കം നമ്മളടക്കം നമ്മെ എല്ലാവരെയും ആ മുത്തുനബിയെ സ്നേഹിക്കുന്ന, ആ മുത്തുനബിക്ക് സ്വലാത്ത് നിർവഹിക്കുന്ന അവരത്തെ കൂടെ ഒന്ന് കഴിയണം. അവിടത്തെ ഒന്ന് മനാമിലോ യഖ്ലത്തിലോ 1 സെക്കൻഡെങ്കിലും ഒന്ന് കാണണമെന്ന് ആശിക്കുന്ന നമ്മെ ഓർത്തു കരഞ്ഞ മുത്തുനബിയാണ്. ആ മുത്തുനബി കടക്കുമ്പോ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ഇത്രയും വലിയ അക്രമകാരികൾ ആരാണ് ലോകത്തുള്ളത്? മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി, ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാത്തവൻ എന്നോട് പിണങ്ങിയവനാ. നമ്മൾ മുത്തുനബി പിണങ്ങിയവരാണോ ആകേണ്ടത്? അതല്ല, മുത്തുനബിയെ സിയാറത്ത് ചെയ്തുകൊണ്ട് ആ മഹബത്ത് നിലനിർത്താനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞ മുത്തുനബി പറഞ്ഞത്, ഞാൻ എൻ്റെ ഇഖ്വാനിനെ ഓർത്താണ് കരഞ്ഞു പോയത്. ആ മുത്തുനബിയുടെ കണ്ണുനീര്, ആ കണ്ണുനീര് ഏതൊരു ഇഖ്വാനിനെ ഓർത്താണോ കരഞ്ഞതെങ്കിൽ ആ ഇഖ്വാനിന്റെ കൂട്ടത്തിൽ സാധുക്കളാകുന്ന ഞങ്ങൾക്ക് ഇടം തരണേ അല്ലാഹ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.